എന്തു പറ്റി? ഹരിയാകെ വരണ്ടല്ലോ. നീ എങ്ങനെ ഏട്ടന്റെ ജീപ്പിൽ കയറിയത്? ഡാഡിയുടെ ഓഫീസിൽ വെച്ച് കണ്ടു, മുട്ടി, ലിഫ്റ്റ് ചോദിച്ചു, തന്നു, അത്ര തന്നെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് താൻ എന്റെ ബോയ് ഫ്രണ്ട് ആണ്, ആളൊരു തെമ്മാടിയാണ് എന്നൊക്കെ. എന്റെ അമ്മയെ തൊലച്ചു. എന്നിട്ട് കുന്തം മാങ്ങാ തൊലി. എടി എടി വാരസ്യാറേ, അമ്പലവാസി പെണ്ണെ, നിന്റെ പുറകെ ഇന്നു മുഴുവൻ വാലാട്ടി നടക്കാനേ ഈ ഹരിശങ്കരനെ കിട്ടില്ല. ഓ പോയി വേറെ ആളെ നോക്ക്. മണിക്കൂർ ഒന്നായി ബാക്കിയുള്ളവനോട് വായും പൊളിച്ച് നിൽക്കുന്നു. ഹരി പ്ലീസ് വേണങ്ങല്ലേ. Look, Rekha Warrior is immensely rich today and isn't for any escapade, you just name it. എനിക്ക് പോണം, ക്ലാസ് ഉണ്ട്. പ്ലീസ് ഹരി, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ ഹരിക്ക്? ഇന്നെന്താ നിന്റെ ബർത്ത്ഡേയോ? പിന്നെ ഇന്നാണ് എനിക്ക് ശരിക്കും സെലിബ്രേറ്റ് ചെയ്യാനുള്ള ദിവസം. അറിയില്ലേ, എന്റെ മമ്മി ഡോക്ടർ വിമല വാര്യർ എന്നെയും എന്റെ ഡാഡിയെ ഉപേക്ഷിച്ച് വേറൊരു പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോയതിന്റെ 12th ആനിവേഴ്സറി ആണിന്ന്. മഹത്തായ 12ാം വാർഷികം. ഹരി പ്ലീസ് ഹരി, വയ്യ, ഇന്ന് എന്നെ തനിച്ചാക്കരുത് പ്ലീസ്. ഓക്കേ. താങ്ക് യു ഹരി, താങ്ക് യു സോ മച്ച്. ഓക്കേ സ്കിപ്പ് ഇറ്റ് യാർ. ഇന്ന് കംപ്ലീറ്റ് ക്ലാസ് കട്ട്. ഇന്ന് മുഴുവൻ നമ്മൾ ഒരുമിച്ച് ചെത്തുന്നു. പബ് എങ്കിൽ പബ്, പാർലർ എങ്കിൽ പാർലർ, ഡിസ്കോ എങ്കിൽ ഡിസ്കോ. കം ഓൺ. എവിടെയായിരുന്നു ഇതുവരെ? വല്യേട്ടൻ ഉറങ്ങിയോ? എപ്പോഴേ. പിന്നെ കുഞ്ഞേട്ടാ, ആ വാരീസിയാർ ആള് കേമി തന്നെ. എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത വല്യേട്ടനോട്? അയ്യോ, എന്നിട്ട് വല്യേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, രവിയേട്ടൻ ഡൽഹിന്ന് വന്നാലുടനെ കുഞ്ഞേട്ടന്റെയും വാരീസിയാരുടെയും കല്യാണം നടത്തി തരാൻ പോണെന്നോ, കമ്മീഷണറോട് 5 ലക്ഷം സ്ത്രീധനം ചോദിക്കാൻ പോണെന്നോ ഒക്കെ പറയുന്ന കേട്ടു ഏടത്തിയോട്. പെണ്ണേ കളിക്കരുത്, വയറ്റിൽ തീയായോടെ. ഇത്രയൊക്കെ മഴ നടന്ന് നടന്നിട്ടും നിന്റെ തീ കെട്ടില്ലേ മോനെ ഹരിശങ്കര? ഏട്ടാ ഇന്നാ തല തോർത്ത്. ഈയിടെ ഇത്തിരി കൂടുന്നുണ്ട് നിന്റെ ചുറ്റി സഞ്ചാരം. സൂക്ഷിച്ചു മതി ശകാരം. ഇനി ഇതിന്റെ പേരിൽ ഇവനെങ്ങാനും ചെന്ന് കമ്മീഷൻ സാറിനോട് പരാതി പറഞ്ഞാൽ അങ്ങനെക്ക് തള്ളാൻ പറ്റില്ല. എനിക്ക് സസ്പെൻഷനിലേക്ക് വീട്ടിൽ വരും. എവിടെയായിരുന്നടാ ഈ പാതിരാവരെ? ഏട്ടാ ഞാൻ കമ്പൈൻ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് പിന്നെ. അതിന് ആ കുട്ടി ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണെന്നല്ലേ സുധ പറഞ്ഞത്? ഇനി മുതൽ എന്റെ കുഞ്ഞിങ്ങനെ വെയിലും മഴയും കൊണ്ട് അലഞ്ഞു നടന്ന് പഠിക്കണ്ട കേട്ടോ. നീ കുറച്ച് രാസാജി പൊടി എടുത്ത് ഇവിടെ നിറകേലിട്ടൊന്ന് തിരുമ്മിക്കൊടു, പനി പിടിക്കാതിരിക്കട്ടെ. ഇന്ന് മിക്കവാറും രാപ്പനി വരും കുഞ്ഞേട്ടന്. നിന്നെ ഇന്ന് ഞാൻ. എടാ ഗൗഡേ, ഗൗഡേ ഇല്ലടാ. The cargo has come in this morning, sir. Yes. I'll send the data concern to the head office. Right away, sir. I'll call you back, sir. Yes. ഗൗഡേനെ കാണാനാണ്. മൂസ ഫ്രം ബേപ്പൂർ. Sorry, sir. You have no appointment. ഉമ്മാന്റെ അപ്പോയിന്റ്മെന്റ്. എടി പെണ്ണെ, ഈ കുന്തമെടുത്ത് വിളിച്ചു പറയ്, ഗൗഡേനെ കാണാൻ ബേപ്പൂരിന്ന് മൂസാക്കുട്ടി വന്നിരിക്കുന്നു. മുഴിച്ചു നോക്കാതെ വിളിച്ചു പറയുന്നേ. ഗൗഡയല്ല അവന്റെ ബാപ്പ സമ്മതിക്കും. മൂസാക്ക ഷേവറെ, എവിടെടാ എന്റെ ബോസ്? നമ്മളെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാ? ഒരു മിനിറ്റ് മൂസാക്ക, ദേവി നിങ്ങൾ വെറുതെ ബഹളം ഉണ്ടാക്കരുത്. പോടാ. എവിടെടാ ഗൗഡ? മൂസാക്ക ഇപ്പൊ കാണാൻ പറ്റില്ല, ബോസ് വീട്ടിലാണ്.
കാണണ വേണ്ടെന്ന് മൂസയിച്ചേക്കും. நல்லா இருக்கு. எத்தனை லோட் ചോദിക്കുന്നുണ്ട് തിരുച്ചൂർ പാർട്ടി? 50 ലോഡ്. 10 ലോഡ് ആദ്യം. ഡീലിങ്സ് കറക്റ്റ് ആണെന്ന് മീതി. അല്ല, അവര് 50 ലോഡിന് അഡ്വാൻസ് ക്യാഷും കൊണ്ട് അവിടെ ആള് വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്നാടാ കമ്മീഷൻ വെട്ടിട്ടീங்களா? ഏയ് അപ്പാ, வாடா 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 മോനെ வாடா. இன்னைக்கு அவனது பிறந்த நாள், பர்த்டே. ஏண்டா മോനെ, ചോറ് റെഡിയാ? റെഡി. വാ വാടാ. ആ ചൊല്ലടാ മോനെ. ആ ആ ആ ആ. ഗൗഡേ, ഇറങ്ങി വരാൻ. ഇറങ്ങി വരികടാ. ഈ നമ്മളെ തൈഞ്ഞല്ലേ? ഈ എന്നെ തൈഞ്ഞിട്ട് തൃശ്ശൂരുകാരി ഏട്ടന്മാർക്ക് സ്പിരിറ്റ് കൊടുക്കാൻ പോണു അല്ലേടാ നമുക്ക്? ഇതാ മൂസക്ക, ഇത് വീട്, ബിസിനസ് ഓഫീസിലെ. ഇവിടെ വേണ്ട. അന്റെ ഒരു ആപ്പീസ്. ഗൗഡേ, ഈ എനിക്ക് സ്പിരിറ്റ് തരണം. ഒരു 50 ലോഡ്. മുസക്ക, ചെക്ക് പോസ്റ്റിൽ പിടിച്ചുപോയി എക്സ്ക്യൂസ് പറഞ്ഞ കണക്കില് ലക്ഷങ്ങൾ ഇങ്ങോട്ട് വരാനുണ്ട്. ആദ്യം അത് തരട്ടെ, എന്നിട്ട് മതി ബാക്കി ഇടപാട്. അന്റെ ഈ ബോസിന് 2 ഓട്ടമുക്കൽ ഒരുമിച്ച് കണ്ടാൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന കാലത്ത് 1000 രൂപ നോട്ടിന്റെ പെരുന്നാൾ കണ്ടവനാ ഈ മൂസ. എന്റെ ഒരു ലക്ഷം ഒരു പോളായി മാറേ. എടാ കൃഷ്ണ, എടാ ഈ ലക്ഷം എന്നൊക്കെ കേട്ടാല് മൂസ കിടുങ്ങത്തില്ല. പച്ചക്കിത ഇവൻ കിടുങ്ങും. കിടുങ്ങിയിട്ടുണ്ട്. അന്നിവന്റെ ഇത്രയും മുഴുപ്പുള്ള സൂര്യദേവരാജ ഗൗഡിയൊന്നും അല്ല. എന്റെ ലോറിയിലെ വെറും കിളിയാണ് കിളി, വെറും ദേവരായൻ. അന്നെന്റെ ബെൽറ്റെ തിരികെ 100ന്റെ നോട്ട് കണ്ടിട്ട് ഇവന് കുളിരും പനിയും വന്നിട്ടുണ്ട് ഇല്ലടാ. അന്റെ പുച്ഛമുണ്ടല്ല, അത് മൂസോട് വേണ്ട. അതങ്ങ് കുഞ്ഞബ്ദുള്ളിന്റെ അവിടെ വെച്ചാ മതി. കുട്ടു, വാളയാർച്ചുരത്തിൽ ക്ലിയറിംഗും കാത്ത് കിടക്കുമ്പോ നീ എനിക്കിവിടെ ഉമ്മാനെ കൊണ്ട് തന്നിട്ടുണ്ട്. ഇന്ന് മൂസാന്റെ കൈ പണം ഉണ്ടായിരുന്നെങ്കിൽ നീ എനിക്ക് ഇവിടെയും കൂടി തന്നേനെ, ഈ ബാസന്തിനെ. ഇല്ലടാ അടാ നായേ, അന്റെ ഒറ്റ വണ്ടി പോലും ചൊരവിറങ്ങി കേരളത്തിൽ കേറൂലടാ. ഈ മൂസ കേറ്റൂല. അയാൾ അമ്മയെ കുറിച്ച് എന്താണ് പറഞ്ഞത്? എന്തിനാ അയാൾ ഇങ്ങനെ അടിക്കുന്നത്? എടാ എന്തായി? ഈ നാട്ടില് സ്പിരിറ്റിന്റെ കച്ചവടമുള്ള സകല തെണ്ടിന്റെയും പടി നിറങ്ങിട്ട ഞമ്മള് പിന്നെയും വന്നത്. നീയും കൂടി നമ്മളെ സഹായിച്ചില്ലെങ്കിലേ. മുസക്ക, ഞാൻ പറഞ്ഞല്ലോ, ഗൗഡയുമായിട്ട് തെറ്റിയ സ്ഥിതിക്ക് നിങ്ങൾ ഇനി ബാംഗ്ലൂർ സിറ്റിയിൽ നിൽക്കുന്ന ബുദ്ധിയല്ല, നാട്ടിലേക്ക് തിരിച്ചു പോകണം. അല്ലെങ്കിൽ പുല്ലി. എടോ ശ്രീരാമ, ഇവിടെ ഞമ്മക്ക് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരിടത്തും ഞമ്മക്ക് നിൽക്കാൻ പറ്റൂല. അതാ മക്കളെ നമ്മുടെ കണ്ടീഷൻ. മൂസാക്കാന്റെ ജീവരക്ഷയെ കരുതിയാ ഞാൻ പറയുന്നത്. രക്ഷയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം ഹിമാറെ? തിരിച്ച് പെറ്റുമാന്റെ ബൈക്കിലോട്ട് കയറി പോണ? അല്ല,
മാമ ഇപ്പോഴും നാട്ടിൽ ഭരണത്തിൽ പങ്കുള്ള പാർട്ടിയുടെ നേതാവല്ലേ? നമുക്ക് അത് വെച്ച് ഗൗഡി ഒന്ന് വരട്ടി. ഇജ്ജവനെ വരട്ടണ്ട. നോക്ക്, എന്റെ ഈ കാശുണ്ടായിരുന്ന കാലത്ത് അനക്കും ഗൗഡക്കൊക്കെ ഞാൻ ബാരിക്കൂരി തന്നിട്ടുണ്ട്. എനക്കറിയാലോ. ഇന്ന് അവന് കാണുന്ന നിലയും വിലയൊക്കെ ഈ മൂസാനെ കൊണ്ട് ഉണ്ടാക്കിയതാ. എന്നിട്ട് ഞമ്മക്കൊരു കഷ്ടകാലം വന്നപ്പോ ഓൻ നമ്മുടെ മോന്തിക്കിട്ട് ചവിട്ടി. മൂസക്ക ഇത് കണ്ടല്ലോ, 10-25 കൊല്ലം നിഴല് പോലെ കൂടെ നടന്നതിന് ഗൗഡ തന്ന പ്രതിഫലമാണ്. തെറ്റിപ്പിരിഞ്ഞപ്പോ കൊല്ലാൻ നോക്കിയതവൻ ഒന്നല്ല പലതവണ. ചാവാതെ രക്ഷപ്പെട്ടത് ബുദ്ധി കൊണ്ടും ബലം കൊണ്ടൊന്നുമല്ല, ഈ വരയുടെ നേരുകൊണ്ടാ. മൂസക്ക, ഗൗഡയ്ക്കെതിരെ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാ എല്ലാം നിർത്തിവെച്ചിട്ട് ഞാൻ ഈ ഫാം തുടങ്ങി ഇവിടെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നത്. മൂസക്കാനെ ഞാൻ എങ്ങനെ സഹായിക്കും? ഒരുപാട് കടവുണ്ടോ ശിവരാമ. തല കുനിച്ചു പിടിച്ച് നാട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ ഈ മൂസാക്കിനി കഴിയൂല. ഈ എനിക്കൊരു കുഞ്ഞു സഹായം ചെയ്യണം. വഴിയരികിൽ എവിടെയെങ്കിലും ഈ മൂസാക്ക ശത്ത് കിടക്കുന്നെന്ന് അറിഞ്ഞാല് എന്റെ മയ്യത്ത് എന്റെ പുറയിൽ എത്തിച്ചു കൊടുക്കണം. എന്റെ ബേബിന്റെ അടുത്ത്, എന്റെ മോള് കുഞ്ഞുപാത്തുമ്മാന്റെ അടുത്ത്. ഈ കണ്ടിട്ടില്ലേ ഓളെ? ഈ ചെറുവരലിന്റെ അത്ര ഉള്ളപ്പോ ഈ ഓളെ എടുത്തോണ്ട് വന്നിട്ടില്ലേ? എടോ, ഓളിപ്പോ ഒരുപാടങ്ങ് വളർന്നു വലുതായി പോയടോ. അപ്പേ വളയിലും കഴിഞ്ഞ് നിൽക്കുക. എന്റെ മയ്യത്തും കൊണ്ട് ചെല്ലുമ്പോ ഈ കുഞ്ഞു പാത്തുമ്മോട് പറയണം, ഓളെ നിക്കാ കഴിച്ചയക്കാനുള്ള കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടെ ബാപ്പ ഒരുപാട് ശ്രമിച്ചു എന്ന്, എന്നിട്ടും എന്നെ കൊണ്ട് കയ്യാണ്ട് പോയി എന്ന്. ഓളോട് നീ പറയണം, ഓടെ ബാപ്പ തോറ്റുപോയി എന്ന്. മുസ്ക, ഇത് മുരുകൻ, എന്റെ പാർട്ണറാ. അസ്സലാമു അലൈക്കും. ഞമ്മള് അറിയാം, പണ്ട് ഗൗഡയേക്കാൾ വലിയ മുതലാളിയായിരുന്നപ്പോ കണ്ടിട്ടുണ്ട്. അന്നെന്റെ അപ്പൻ ഗൗഡയുടെ ഡ്രൈവറായിരുന്നു, പഴനി. ഓഹോ, പഴനി ഇപ്പോ എന്ത് ചെയ്യുന്നു മോനെ? കൊന്നുകളഞ്ഞു. ഗൗഡയ്ക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കാൻ ആർക്കാ അവകാശമുള്ളത്? ഒറ്റുകാരനാണെന്ന് ആരോ പറഞ്ഞു കൊടുത്തപ്പോ ഗൗഡ വിശ്വസിച്ചു. കാലത്ത് പണിക്ക് പോയ അപ്പന്റെ ശവം പോലും പിന്നെ കണ്ടിട്ടില്ല ഞങ്ങൾ ആരും. മുരുക, മൂസക്കായ്ക്ക് കുറച്ച് ചരക്ക് വേണം. നീ അവളെ ഒന്ന് വിളിക്ക്. സാന്ദ്രേ. ശിവപ്പ, അതെ ഞാനാ. അതിനെന്താ, കാണാലോ. പ്ലീസ് കം.